നമസ്കാരം, ഞാൻ പ്രവീൺ ആൻഡ്രൂസ് ആണ്. സുഹൃത്തെ, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളക്കടല ഒഴിക്കുക. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. വെള്ളക്കടലയുടെ മുകൾ ഭാഗം 1/4 ഇഞ്ച് മൂടാൻ വെള്ളം ചേർക്കുക. ഇത് രാത്രി മുഴുവൻ കുതിർക്കാൻ അനുവദിക്കുക. 12-24 മണിക്കൂർ, സാധ്യമെങ്കിൽ സമയമില്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും. ഒരു ചീനിച്ചട്ടിയിലോ പ്രഷർ കുക്കറിലോ വെള്ളക്കടല വറ്റിക്കുക. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് വെള്ളക്കടല 1/4 ഇഞ്ച് വരെ മൂടാൻ വെള്ളം ഒഴിക്കുക. പ്രഷർ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ ഉയർന്ന മർദ്ദം വർദ്ധിക്കുന്നത് വരെ ഉയർന്ന ചൂടിൽ വേവിക്കുക. കുക്കർ നീരാവി പുറത്തുവിടുകയോ പ്രഷർ കുക്കർ വാൽവ് ദ്രുതഗതിയിൽ നീങ്ങുകയോ കുക്കർ ഡിസ്പ്ലേ ഉയർന്ന മർദ്ദത്തെ സൂചിപ്പിക്കുകയോ ചെയ്താൽ ചൂട് ഇടതരം താഴ്ന്നത്തിലേക്ക് കുറച്ചിട്ട് 24 മിനിറ്റിന് വേവിക്കുക. ഒരു സോസ് പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഉയർന്ന തീയിൽ തിളപ്പിക്കുക. തിളച്ച ശേഷം ചൂട് മീഡിയം ലോ ഫ്ലെയിമിൽ കുറച്ചിട്ട് മൂടി 1 മണിക്കൂറിന് നന്നായി വേവിക്കുക. പാചകദ്രാവകം ഊറ്റി പാൻ മാറ്റിവെക്കുക. ഒരു ചെറിയ ഫ്രൈങ് പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ചൂട് മീഡിയം ഹൈ ഫ്ലെയിമിൽ ആക്കുക. 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുമ്പോൾ 3-5 സെക്കൻഡിന് വേവിക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ ജീരകവും 12 കറിവേപ്പിലയും ചേർക്കുക. പന്ത്രണ്ട് സെക്കൻഡിന് വേവിക്കുക. എന്നിട്ട് മിശ്രിതം ഒരു കടായി അല്ലെങ്കിൽ വോക്ക് പാത്രത്തിലേക്ക് മാറ്റുക. ഒരു കപ്പ് അരിഞ്ഞ ഉള്ളി, 3 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായി അരിഞ്ഞത്, ഒരു 2 ഇഞ്ച് കഷ്ണം അരിഞ്ഞ ഇഞ്ചി, 4 പച്ചമുളക് നീളത്തിൽ പകുതിയാക്കിയത്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. 7 മിനിറ്റിന് ഇടതരം ചൂടിൽ വഴറ്റുക. ഉള്ളി മൃദുവാകുന്നത് വരെ. എണ്ണയുടെ ഉപയോഗം കുറവായതുകൊണ്ട് വഴറ്റുമ്പോൾ ഏത് സമയത്തും ഭക്ഷണം പാനിൻ്റെ അടിയിൽ പറ്റിപ്പിടിച്ചാൽ 4 ടേബിൾ സ്പൂൺ മുതൽ 1 കപ്പ് വരെ വെള്ളം ചേർക്കുക. ആവശ്യമെങ്കിൽ അതിലും കൂടുതൽ ചേർത്തോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കുക. 1 മിനിറ്റിന് ഇളക്കി വേവിക്കുക. ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്തോ. ഒരു വലിയ അരിഞ്ഞ തക്കാളി ചേർക്കുക. 5 മിനിറ്റിന് ഇളക്കി വേവിക്കുക. 1/3 കപ്പ് കുറഞ്ഞ കൊഴുപ്പുള്ള തേങ്ങാപ്പാൽ ചേർക്കുക. ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളക്കടലയും 2 കപ്പ് വെള്ളവും ചേർക്കുക.
ചൂട് ഹൈ ഫ്ലെയിമിലാക്കി തുടർച്ചയായി ഇളക്കി തിളപ്പിക്കുക. തിളച്ച ശേഷം ചൂട് ഇടതരം കുറച്ചിട്ട് 5 മിനിറ്റിന് വേവിക്കുക. വെള്ളക്കടല മസാലകളോടൊപ്പം നല്ലപോലെ യോജിപ്പിക്കാൻ ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റി 1/4 ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ ഉണ്ടാക്കിയതിന് മുൻഗണന വിതറി ചെറുതായി ഇളക്കി അലങ്കരിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളിലൊന്ന് പരിശോധിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.